പൊതുവെ ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കുട്ടിക്കാലമായിരുന്നു ഏറ്റവും നല്ല കാലമെന്ന്. ഇത് കേൾക്കുമ്പോൾ നമുക്കും സന്തോഷമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇത് വളരെ വലിയൊരു പ്രശ്നമാണെന്ന്. ഇതിൽ വളരെ വലിയൊരു തെറ്റുണ്ട്, വൃത്തികേടുണ്ട്, വിഷമമുണ്ട്. നോക്കൂ, എൻ്റെ കുട്ടിക്കാലം നല്ലതാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ എൻ്റെ കുട്ടിക്കാലമാണ് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഇപ്പോഴത്തെ ജീവിതം കൊള്ളില്ല എന്നാണ്. ഒരാൾ പറയുകയാണ് പണ്ട് കഴിച്ച ഭക്ഷണമാണ് ഏറ്റവും നല്ലത് എന്ന്. അതിനർത്ഥം എന്താണ്? ഇപ്പോഴത്തെ ഭക്ഷണം നല്ലതല്ല എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ കാര്യത്തിലും. കുട്ടിക്കാലം നല്ലതാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ കുട്ടിക്കാലമായിരുന്നു ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇപ്പോഴത്തെ ജീവിതം കൊള്ളില്ല എന്ന് തന്നെയാണ്. അതിൻ്റെ കുഴപ്പം എന്താണ്? അതിലെ വിഷമം എന്താണ്? വിഷമം ഏതാണ്? നമുക്ക് കുട്ടിക്കാലം എന്നാൽ പരിമിതികളുടെ കാലമാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് പേർ പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ട സമയമാണ്. പരിമിതികൾക്കുള്ളിലുള്ള ജീവിതമാണ്. പക്ഷെ രസകരമെന്തെന്നാൽ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ട് പോലും നിങ്ങൾക്ക് ആ ജീവിതം ആസ്വദിക്കാൻ സാധിച്ചു. പക്ഷെ നിങ്ങൾ മുതിർന്നപ്പോൾ, നിങ്ങൾക്ക് പ്രായം കൂടിയപ്പോൾ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലായപ്പോൾ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? നോക്കൂ, പ്രായം കൂടുന്നതും വളരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രായം ഒരുപാട് കൂടുന്നുണ്ടാവും, പക്ഷെ വളർച്ച എന്നത് ചിലപ്പോൾ സംഭവിക്കുന്നതേ ഉണ്ടാവില്ല. കുട്ടിക്കാലത്ത് ഒരുപാട് സന്തോഷിച്ച ഒരാൾ വളരുമ്പോൾ അയാളുടെ സന്തോഷം കാണാതായി എന്ന് പറയുമ്പോൾ അതിനർത്ഥം അയാൾ വളർന്നില്ല എന്നാണ്. പ്രായം കൂടി പക്ഷെ വളർന്നിട്ടില്ല. ഇത് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒരുപാട് പ്രായമായാലും വളരാത്ത ആൾക്കാരുണ്ട്. ഉള്ളുകൊണ്ട് ഇതുവരെ വളരാത്ത ആൾക്കാരുണ്ട്. നോക്കൂ, ഒരു നല്ല മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ അയാൾ പറയുക ഇപ്പോഴാണെന്നാണ്. അയാൾ കഴിഞ്ഞുപോയ കാലത്തെ ആസ്വദിച്ചില്ല എന്നല്ല അറിഞ്ഞർത്ഥം. കഴിഞ്ഞുപോയ കാലത്തെ അയാൾ ആസ്വദിച്ചിട്ടുണ്ടാവും, പക്ഷെ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ.